അധികം ദൂരമില്ല. അതായത് നമുക്ക് ഇവിടെ നിന്ന് പോകുന്ന ഇതിന്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ വരുന്നത് നോക്കിയാൽ MSc നഴ്സിംഗ് ആണ് കേട്ടോ. MSc നഴ്സിംഗ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. നേരത്തെ പറഞ്ഞിരുന്ന പോലെ പേ മെട്രിക്സിൽ 11th ലെവലില് 67,700 ടു. ഹൈ ഓൾ, വെൽക്കം ടു എഡ്യൂസ് അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയാണ്. അതായത് നമ്മൾ ഈ കാണുന്ന പോലെ വിവിധ എയിംസുകളിൽ നഴ്സിംഗ് കോളേജസിൽ കേട്ടോ, കോളേജ് ഓഫ് നഴ്സിംഗിൽ ഫാക്കൽറ്റി പോസ്റ്റിൽ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാവേ. സോ മെയിനായിട്ട് 2 എയിംസിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഒന്ന് എയിംസ് മംഗളഗിരി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും അടുത്ത, മധുര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത എയിംസ് എന്ന് പറഞ്ഞാൽ എയിംസ് മംഗളഗിരിയാണ്. ഇത് നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. വിജയവാഡയിൽ നിന്ന് അധികം ദൂരമില്ല. അതായത് നമുക്ക് ഇവിടെ നിന്ന് പോകുന്ന എല്ലാ ട്രെയിനുകളും വിജയവാഡ സ്റ്റേഷൻ വഴിയായിരിക്കും പോവുക, പ്രത്യേകിച്ച് ഡൽഹിയിലേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളും. സോ വിജയവാഡയിൽ നിന്ന് അധികം ദൂരമില്ല, ആന്ധ്രാപ്രദേശിൽ ആണ് ഈ മംഗളഗിരി എയിംസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നഴ്സിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിൽ 2 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന് UR, പിന്നെ ഒരെണ്ണം OBC കേട്ടോ. OBCയിലും URലും ഓരോ പോസ്റ്റ്, UR എന്ന് വെച്ചാൽ അൺറിസർവ്ഡ് ഓപ്പൺ കാറ്റഗറിയിൽ ഓരോ പോസ്റ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 2 പോസ്റ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 23 ഒക്ടോബറിലാണ് കേട്ടോ. 23 തീയതി ഒക്ടോബറിലാണ് ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയിട്ടില്ല. നിങ്ങൾ റെഗുലർ ആയിട്ട് വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതിയാവും. സോ അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സിന് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതിന്റെ സാലറി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ 7th CPC, 7th സെൻട്രൽ പേ കമ്മീഷനിൽ ലെവൽ 11 കേട്ടോ. അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന പോസ്റ്റ് ആണ് കേട്ടോ. ലെവൽ 11 ആണ്. അതിന്റെ പേ സ്കെയിൽ വരുന്നത് 67,700 ടു 2,08,700 കേട്ടോ. 67,700 മുതൽ 2,08,700 വരെയാണ്. അതാണ് പേ സ്കെയിൽ വരുന്നത്. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം ഇൻ ഹാൻഡ് തന്നെ നമുക്ക് ഡ്രോ ചെയ്യാൻ കഴിയുന്ന സാലറി ഉണ്ടാകും. ഇതിന്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ വരുന്നത് നോക്കിയാൽ MSc നഴ്സിംഗ് ആണ് കേട്ടോ. MSc നഴ്സിംഗ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. രജിസ്ട്രേഷൻ, അതായത് RN അല്ലെങ്കിൽ RM ആയിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. 5 ഇയർ എക്സ്പീരിയൻസ്, അതായത് MSc നഴ്സിംഗ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം 5 ഇയർ എക്സ്പീരിയൻസ് വേണം. അതിൽ 2 ഇയേഴ്സ് ടീച്ചിങ് എക്സ്പീരിയൻസ് തന്നെ വേണം കേട്ടോ. ഇതാണ് ബേസിക്കലി ഇതിന്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത്, മാക്സിമം ഏജ് ലിമിറ്റ് ഓപ്പൺ കാറ്റഗറിയിലെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടത് 50 ഇയേഴ്സ് ആണ് കേട്ടോ. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് www.aimsmangalagiri.edu.in ഈ വെബ്സൈറ്റിലാണ് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എയിംസ് ന്യൂഡൽഹിയിലാണ് കേട്ടോ. അതായത് നമ്മുടെ അപ്പെക്സ് ബോഡി അല്ലെ, ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത 1956 സ്റ്റാർട്ട് ചെയ്ത എയിംസ് ആണ് എയിംസ് ന്യൂഡൽഹി. സോ അവിടെ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് അസോസിയേറ്റ് പ്രൊഫസർ കേട്ടോ. അസോസിയേറ്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് ആണ്. ഒറ്റ പോസ്റ്റ് ആണ് കേട്ടോ. URൽ ഒറ്റ പോസ്റ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. സോ ഇതിൽ ബേസിക്കലി 2, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ നമ്മുടെ എയിംസ് മംഗളഗിരിയും അസോസിയേറ്റ് പ്രൊഫസർ എയിംസ് ന്യൂഡൽഹി, ഇത് തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല. വലിയ വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. നോമൻ ക്ലേച്ചറിലെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. സാലറി, പേ സ്കെയിൽ ഒക്കെ സെയിം ആണ് കേട്ടോ. അതായത് എയിംസ് മംഗളഗിരിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്, എയിംസ് ന്യൂഡൽഹിയിലെ അസോസിയേറ്റ് പ്രൊഫസർ എന്ന് പറയുക, സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ അത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ഓൺലൈൻ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 16 തീയതി ഒക്ടോബർ മുതൽ നവംബർ 14 കേട്ടോ. നവംബർ 14 തീയതി വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ബേസിക്കലി ഇതിന്റെയും ക്വാളിഫിക്കേഷൻ വരുന്നത് MSc നഴ്സിംഗ് ആണ് കേട്ടോ. MSc നഴ്സിംഗ് വിത്ത് 5 ഇയർ എക്സ്പീരിയൻസ് ആണ്. അതിൽ 2 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടാകണം എന്നുള്ളതാണ് ബേസിക്കലി ഇതിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്. അസോസിയേറ്റ് പ്രൊഫസറിന്റെ പേ സ്കെയിൽ നോക്കി നേരത്തെ പറഞ്ഞിരുന്ന പോലെ പേ മെട്രിക്സിൽ 11th ലെവലിൽ 67,700 ടു 2,08,700 ആണ് ഇതിന്റെ പേ ലെവൽ വരുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഓപ്പൺ, അതുപോലെ ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 3000 രൂപയും EWS കാൻഡിഡേറ്റ്സിന് 2,400 രൂപയും SC/ST കാൻഡിഡേറ്റ്സിന് 2,400 രൂപയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC/ST കാറ്റഗറിയിലെ കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ട് റീഫണ്ട് ചെയ്യും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക ഓൺലൈൻ തന്നെയാണ്. അതായത് വെബ്സൈറ്റ് www.aimsexams.ac.in ഇതാണ് വെബ്സൈറ്റ് വരുന്നത്. സോ ഇതുവഴി നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന്, അതായത് നമുക്ക് ഇന്ത്യയിൽ തന്നെ കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിൽ നഴ്സിംഗ് കോളേജിൽ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളത്. സോ ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ കരിയറൊക്കെ നന്നായിട്ട് ബിൽഡ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.